അവളും കൂട്ടുകാരികളൊപ്പം തിരിഞ്ഞെന്ന് പറഞ്ഞതും ജാനകിയുടെ നെഞ്ചിലേക്ക് ബോൾ ശക്തിയായി വന്നിടിച്ചു. അവൾ പുറകിലെ കെട്ടിയുന്ന മഴവെള്ളത്തിലേക്ക് വീണു. ബോൾ അടിച്ചു തെറിപ്പിച്ച് ദേഷ്യത്തോടെ അവൾ നോക്കി നിൽക്കുന്ന കാശിനാഥനെ സുഹൃത്തുക്കൾ അന്തം വിട്ട് നോക്കി നിന്നു. അവൾ ആ മഴവെള്ളത്തിനടുത്തെത്താനാണ് ഞാൻ കാത്തു നിന്നത്. കാശിനാഥനിട്ട് പണി തന്നവരെന്ന് ചുമ്മാ വിട്ട് എനിക്ക് ശീലമില്ലെന്ന് അറിയില്ലടാ നിനക്കൊക്കെ. അതറിയാമെങ്കിലും ഇങ്ങനൊരു അടി പ്രതീക്ഷിച്ചില്ല മച്ചാ, ഞങ്ങളും അവളും. അവർ മൂന്നുപേരും ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ജാനിക ഭഗീരഥി, എനിക്ക് ബാസ്കറ്റ് ബോൾ മാത്രമല്ല നന്നായി ഫുട്ബോൾ കളിക്കാൻ അറിയാമെന്ന് നിനക്ക് അറിയത്തില്ലയോ? അതാ ഇപ്പൊ ഞാൻ ഉപയോഗിച്ച്. ഒരു ബോൾ പിടിക്കാൻ പോലും ഈ ഗോളിക്ക് ശേഷിയില്ലാതെ പോയല്ലോ ജേക്കപ്പേ. പെട്ടെന്നുണ്ടായ ആക്രമണമല്ല മച്ചാ, കൊച്ചു പേടിച്ചെന്ന് തോന്നുന്നു. ചളിയിൽ കുളിച്ച് നിൽക്കുന്ന ജാനികയെ ചുറ്റും കൂടിയ കുട്ടികൾ കൂവാൻ തുടങ്ങി. ഓ, അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതലായിരുന്നു, ഇന്നെങ്കിലും അത് ഒടിച്ചല്ലോ. പിള്ളേര് ഓരോരുത്തർ അവൾ നോക്കി കമന്റ് അടിക്കാൻ തുടങ്ങി. വെറുതെ വിടിലോ ഞാൻ നിന്നെ, ജാനിക കാശിനാഥന്റെ ഷർട്ടിൽ നിന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞു. കാശിനാഥൻ അവിടെ കൈ തട്ടി മാറ്റി. എന്താ ഇവിടെ? സിദ്ധാർത്ഥ അങ്ങോട്ടേക്ക് വന്നു. ജാനിക, എന്താണിത്? ഇങ്ങോട്ട് വന്നേ. എന്നെ വീട്ടിൽ സിദ്ധുവട്ട, ഇവനെ ഞാൻ അടിച്ചിട്ടേ വരൂ. ഓടി പുല്ലേ. കാശിനാഥൻ ഷർട്ടിന്റെ കയ്യും മടക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഇതൊരു കോളേജാണ്, അല്ലാതെ തോന്നിയത് ചെയ്യാനുള്ള ഇടമല്ല. ഈ കോളേജ് ശ്രീലകത്തുകാരുടെ സ്വത്തൊന്നുമില്ല. ഞങ്ങൾ പഠിച്ച കോളേജിൽ ഞങ്ങൾ വരും പോകും, അതിന് നിന്റെ സമ്മതമൊന്നും ഞങ്ങൾക്ക് വേണ്ട. കാശി അവനോട് ചൂടായി. ഇത് കംപ്ലൈന്റ് ചെയ്യണം സാർ, ജാനകിയുടെ ഒരു ഫ്രണ്ട് സിദ്ധുവിനായി പറഞ്ഞു. ഹലോ, കാശിനാഥൻ ഇന്നുവരെ ഉണ്ടാക്കിയ ഒരു തലയിൽ ഇവിടുത്തെ സാറന്മാരെ ഇടപെടാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞവനിട്ട് അന്ന് കൊടുത്തിരിക്കും. അന്ന് പേടിച്ചിട്ടില്ല. എന്നിട്ടാ നിന്റെയൊക്കെ ഈ ചക്കര സാറിന്റെ ഭീഷണി. ഒന്ന് പോടി പാടോ. കാശിനാഥൻ ഷർട്ടിന്റെ കൈ കയറ്റി വെച്ചുകൊണ്ട് അവിടെ നടന്നു. ഇനി എന്നാണ് ഒരു മടങ്ങി വരവ് സഹോ? അവൻ പോകുമ്പോൾ ആൺകുട്ടികളുടെ ഇടയിൽ നിന്നൊരു ആരാധനയോടുള്ള ചോദ്യം ഉയർന്നു. ഞാനെങ്ങും പോകുന്നില്ല മക്കളെ, ഇവിടെയൊക്കെ തന്നെ കാണും. കാശിനാഥൻ തിരിഞ്ഞു നോക്കാതെ കൈകൾ വീശിക്കൊണ്ട് പറഞ്ഞിട്ട് നടന്നകന്നു. കാറിൽ നിന്നിറങ്ങിയ ജാനിക ദേഷ്യത്തോട് അകത്തേക്ക് കയറിപ്പോയി. എന്താ മോളെ പറ്റിയത്? ജാനകി ആദിയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന അവിടെ പിന്നാലെ പോയി. എന്താ അമ്മേ പറ്റിയേ? ഗീതയും ഭാസ്കറും ജാനിയുടെ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും പറ്റിയില്ല, എന്നെ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പപ്പക്ക് പറ്റുമോ? അതിന് നിന്റെ വീട് ഇതല്ലേ മോളെ? അല്ല, എൻ്റെ അച്ഛനില്ലാത്ത ടെൻഷൻ എന്തിനാ പപ്പക്ക്? എന്നെ പ്രസവിച്ചോടെ എൻ്റെ അമ്മ മരിച്ചു. കാശും മദ്രാസും ആയപ്പോൾ മറ്റൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ആദ്യ ഭാര്യയിലും മകളൊരു ശല്യമായി. കുഞ്ഞായിരുന്നപ്പോൾ അവരെന്നെ ഉപദ്രവിച്ചു. എനിക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ പപ്പയല്ല, എൻ്റെ പപ്പ ഭാസ്കറാണ്. എനിക്കെൻ്റെ പപ്പയുടെ മോളായാൽ മതി. എനിക്ക് അയാളെ ആ തള്ളയും മക്കളെ ഇഷ്ടമല്ല. അമ്മ പപ്പയോട് പറ, അയാളുടെ വീട്ടിലേക്ക് എന്നെ വിടല്ലേ എന്ന്. ഞാൻ നിങ്ങളെയൊന്നും വിട്ടു പോയില്ല അങ്ങോട്ട്. അവൾ ഭാസ്കറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോള് പോയി കുളിക്ക്, നിന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോയില്ല. അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടുകൊണ്ട് ഭാസ്കറും ഗീതവും ജാനകിയും റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ശ്രീലകത്തെ ശങ്കരനാരായണന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു ഭാഗീരഥി. പേരിന്റെ അടുപ്പൊന്നും അവളുടെ സ്വഭാവത്തിലില്ലായിരുന്നു. ഒരു പാവം പെൺകുട്ടി. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് ശങ്കരൻ അവളെ പഠിപ്പിച്ചു. സാമ്പത്തികമായി മോശപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് അവൾക്കൊരു ആലോചന വന്നു. അവളെ നിലയും വിലയുമുള്ള കുടുംബത്തിലേക്ക് കൊടുക്കാമെന്ന ശങ്കരന്റെ അഭിപ്രായത്തോട് അയാളുടെ കുടുംബക്കാർ എതിർത്തു. അങ്ങനെ വന്ന ആലോചന തന്നെ നടത്താൻ അവർ തീരുമാനിച്ചു. അവളെ വിവാഹം ചെയ്തത് ആനന്ദ് ശങ്കർ. അയാൾക്കൊരു ചേട്ടനും ഏടത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആനന്ദ് ശങ്കറും ഭാഗീരഥിയും ശ്രീലകത്ത് തന്നെ താമസിച്ചു. അവർക്ക് ജനിച്ച പെൺകുഞ്ഞാണ് ജാനിക ഭഗീരഥി. ശ്രീലകത്തെ പണക്കൊഴുപ്പിൽ കഴിഞ്ഞിരുന്ന അയാളെ ഭാഗീരഥിയുടെ മരണശേഷം അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കളിയാക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അയാൾ മറ്റൊരു വിവാഹം കഴിച്ച് നാട്ടിൽ വന്ന കാര്യം പറഞ്ഞ് കുഞ്ഞിനെ കാണാൻ ഒരു ദിവസം ദത്തനും ശങ്കരനും വീട്ടുകാരും ചെല്ലുമ്പോൾ 2 വയസ്സുള്ള കുഞ്ഞിനെ ശങ്കർ വഴക്കു പറയുകയും അയാളുടെ 2ാം ഭാര്യ കുഞ്ഞിനെ തൂക്കിയെറിഞ്ഞത് അവരുടെ മുമ്പിലേക്കായിരുന്നു. അന്ന് ജാനി അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. മോളെ അയാൾ കാണാൻ വരാറുണ്ടെങ്കിലും ജാനിക്കെന്നും അച്ഛനെന്ന വ്യക്തിയോട് ദേഷ്യമായിരുന്നു. ശ്രീലകത്ത് നാഥേശ്വരത്തുമായി അവൾ കളിച്ചു വളർന്നു. മോളെവിടെ ജാനകി? അടുക്കളയിൽ നിൽക്കുന്ന ജാനകിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഭാസ്കർ ചോദിച്ചു. റൂമിലില്ലേ? ഇല്ലാമേ, ഞാനും അച്ഛനിപ്പോൾ അവിടെ നോക്കി വന്നേയുള്ളൂ, ഗീത പറഞ്ഞു. പപ്പ, ഗീതേച്ചി, ദേ നമ്മുടെ ജാൻ ചേച്ചി കാശിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. ഞാൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കാൽനാഥൻ അടിക്കാൻ പോവാണെന്നാ പറഞ്ഞേ. സച്ചി അവരോട് ഓടി വന്ന് പറഞ്ഞു. എൻ്റെ ഗുരുവായൂരപ്പ, ജാനകി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആദിയോടെ പറഞ്ഞു. ജാനിക നാദേശ്വരത്തിന്റെ ഗേറ്റ് കടന്ന് തിടുക്കത്തിൽ നടന്നു ചെല്ലുകയാണ്. എങ്ങോട്ടാണ് ഈ ചാടിത്തുള്ളി പോകുന്നത്? ഹാളിൽ നിൽക്കുന്ന ആദി ജാനിയുടെ വരവ് കണ്ട് ചോദിച്ചു. മാറി നിൽക്കാതിയേട്ടാ, എനിക്ക് നിങ്ങളുടെ അനിയനെ ഒന്ന് കാണണം. എന്താണ് മേഡം, പുതിയ തല്ലാണോ? ആ, അതൊക്കെ വഴി അറിയാം. ജാനിക്കുട്ടി എങ്ങോട്ടാണ് മോനെ പോകുന്നത്? മഹാലക്ഷ്മി ആദിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. കാശിയെ കാണാനാണത്രേ.
അതിന് കാശി വന്നിട്ടില്ലല്ലോ. അവൻ ജോണിയുടെ വീട്ടിലാണെന്നാ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ റൂമിൽ നിന്ന് മ്യൂസിക് കേട്ടല്ലോ അമ്മേ. ഒരാൾ അവൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവൻ വന്നാൽ ചോദിക്കാതെ റൂമിൽ കയറിയതിന് ഇനി എന്തൊക്കെയാണ് അവൻ ഉണ്ടാവുക? അവൻ ചായ കുടിച്ചു തീർത്ത കപ്പ് മേടിച്ചു പോകുമ്പോൾ ലക്ഷ്മി പറഞ്ഞു. മുകളിലേക്ക് കയറി ചെന്ന ജാനിക അവന്റെ മുറിയുടെ വാതിൽ തള്ളി തുറന്നു. ജാനിക അകത്തേക്ക് കയറാതെ ആ വലിയ മുറിയിലേക്ക് എത്തി നോക്കി. ജാനിക അവന്റെ പേര് വിളിക്കാൻ നിന്നതും ബാൽക്കണിയിൽ നിന്ന് ഒരു പെൺകുട്ടി റൂമിലേക്ക് വന്നു. ബാസ്കറ്റ് ബോൾ കയ്യിലെടുത്തു. കാശിയേട്ടാ എവിടെയാ? ഞാൻ എത്ര നേരമായി വന്നിട്ട്. എവിടെ പോയി കിടക്കുക? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. എനിക്ക് കാണാൻ കൊതിയാവുന്നു എന്റെ കാശിയേട്ടനെ, എന്റെ മാത്രം കാശിയേട്ടനെ. അവന്റെ ബാസ്കറ്റ് ബോളിൽ മുത്തമിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഓഹ്, ഒരു പീരി കേസ് വന്നല്ലോ. അവളെ നോക്കി പുച്ഛത്തോടെ മെല്ലെ പറഞ്ഞുകൊണ്ട് ജാനിക വാതിൽക്കൽ നിന്നു. അവൾ അപ്പോഴും ആ ബാസ്കറ്റ് ബോൾ നെഞ്ചോട് ചേർത്ത് നിൽക്കുക തന്നെയായിരുന്നു. ഹലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജാനിയുടെ സ്വരം കേട്ട് ധാവണിയെടുത്ത് നിൽക്കുന്ന ആര്യ മിഴികൾ തുറന്നു. ഹായ് ജാനി, എടി കാന്താരി, നീ ഇവിടേക്ക് എപ്പോ വന്നു? ഏയ്, ഒരു പീരി കാശിച്ചേട്ടനെ പ്രണയിച്ചോട്ടെ എന്ന് കരുതി. ഞാൻ നിന്റെ സ്നേഹം നിരീക്ഷല്ലേ മോളെ. എന്തൊരു നാണമാണ് അങ്ങനെ പറയുമ്പോ. കാശിയുടെ പേര് പറഞ്ഞതും നാണത്തോടെ ആര്യ മുഖം താഴ്ത്തി. നീ എപ്പോഴാ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വന്നേ? ജാനി അവളുടെ കൈകൾ പിടിച്ചു ചോദിച്ചു. നേരെ നമ്മുടെ വീട്ടിൽ പോലും കയറാതെ എന്റെ ചെക്കനെ കാണാൻ ഇങ്ങോട്ടേക്ക് പോന്നതാ എന്റെ ജാനിക്കുട്ടി. അല്ല, നീ എന്തിനു വന്ന ജാനി? അതെ, നിന്റെ മറ്റേ വീട്ടിൽ 2 പൊട്ടിക്കാൻ. അയ്യോ ജാനിക്കുട്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എനിക്ക് നോവിട്ടോ എന്റെ കാശിയേട്ടനെ നോവിക്കുമ്പോ. ഓഹ്, നീയൊക്കെ പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേര് കേൾപ്പിക്കും. എന്തൊരു ഒലിപ്പീരാണ് ആര്യെ. ജാനി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അത് നിനക്ക് പ്രണയിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഈ മൊരട്ട സ്വഭാവം ഒന്ന് മാറ്റിവെച്ച് ഒരുത്തനെ കണ്ടുപിടിച്ച് പ്രേമിക്ക്. അയ്യോ, നമുക്ക് വേണ്ടായി. ജാനി അവളോട് ചിരിച്ചുകൊണ്ട് തൊഴുകയോടെ പറഞ്ഞു. നീ മാറില്ല അല്ലേ കുറുമ്പി? ആര്യ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയേട്ടൻ എവിടെ ജാനി? അത് ശരി, ആളിവിടെ ഇല്ലേ? ജാനി പുറത്തുനിന്ന് അകത്തേക്ക് എത്തിവലിഞ്ഞു നോക്കി. ഇങ്ങോട്ട് കയറി വായോ, എന്തിനാ അവിടെ നിൽക്കുന്നത്? ആര്യ ഉള്ളിൽ നിന്ന് ജാനിയെ അകത്തേക്ക് വലിച്ചു. നീയൊന്ന് വിട്ടേ മോളെ, ഞാനൊന്നുമില്ല കാശാദന്റെ ഭൂതക്കൂട്ടിലേക്ക്. ജാനി അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിൽക്കും. കാശിയേട്ടൻ വന്നാലും എന്നെ ഇവിടുന്ന് ഇറക്കി വിടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് കണ്ടതാ എന്റെ കാശിയേട്ടനെ. ആ, കാലം യമലോകത്തേക്ക് കൊണ്ടുപോകാതെ നോക്കിക്കോ മോളെ. ജാനിക പറഞ്ഞതും ആര്യയുടെ മുഖം വാടി. ഞാൻ ചുമ്മാ പറഞ്ഞതാ മോളെ. അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ് ജാനിക അവിടുന്ന് ഓടിപ്പോയി. ആര്യ അവന്റെ വരവും കാത്ത് കാശിയുടെ മുറിയിലൂടെ നടന്നു. ആര്യ കാശിനാഥന്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ, അവന്റെ ഉറ്റ സുഹൃത്തായ അജയ് ഘോഷിന്റെ സഹോദരിയും. ജാനിക അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അമ്മ! ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ കൊഞ്ചി. അമ്മയുടെ പൊന്നുമോള് വന്നോ? അവളുടെ കവിളിൽ തലോടി അവർ കൊഞ്ചിച്ചു. ജാനിക വേഗം സ്ലാബിൽ കയറിയിരുന്നു. കിച്ചൺ സ്ലാബിൽ കയറിയിരിക്കുന്ന അവളുടെ കയ്യിലേക്ക് ഒരു പ്ലേറ്റിൽ ഉന്നക്കായും ചിക്കൻ സമൂസയും ലക്ഷ്മി കൊടുത്തു. അമ്മ തരാട്ടോ. ലക്ഷ്മി സമൂസ 2ആയി മുറിച്ച് ഊതിക്കൊണ്ട് ചൂട് മാറിയപ്പോൾ അവിടെ തുറന്നിരിക്കുന്ന വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ല, ഇത് എപ്പോ വലിഞ്ഞേറി വന്നു? ആദി കിച്ചണിലേക്ക് വന്ന് കളിയോടെ ചോദിച്ചു. പോടാ പോലീസേ, അവൾ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു. നിന്നെ ഇന്ന് ഞാൻ. അവൻ ചിരിയോടെ അവളെ കൈകൊണ്ട് അടിക്കാൻ ഒങ്ങിയതും അവൾ സ്ലാബിൽ നിന്ന് പ്ലേറ്റുമായി ഇറങ്ങിയോടി. കുറുമ്പി, വലുതാവും തോറും ഇതിന് കുറുമ്പ് കൂടുകയാണല്ലോ അമ്മേ. അവള് നമ്മുടെ കാന്താരിയല്ലേടാ. ജാനി ഓടിപ്പോകുന്നു നോക്കിയെന്നുകൊണ്ട് ലക്ഷ്മി അവനോട് പറഞ്ഞു. ജാനിക ഹാളിലേക്ക് വരുമ്പോഴാണ് ഗീതയും ഭാസ്കറും ജാനകിയും സച്ചിൻ അവിടേക്ക് വന്നത്. ദേ നോക്കച്ചാ, അടിക്കാൻ വന്ന ആളാ ആ തിന്നുകൊണ്ട് നടക്കുന്നത്. ഹാളിലൂടെ സമൂസ എന്നുകൊണ്ട് നടക്കുന്ന ജാനിയെ നോക്കിക്കൊണ്ട് ഗീത പുഞ്ചിരിയോടെ പറഞ്ഞു. നമ്മളപ്പ ശശിയായി. 9ാം ക്ലാസ്സുകാരനായ സച്ചിൻ എന്ന സച്ചി പറഞ്ഞു. ആദ്യം അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഭാസ്കർ അവനെയും വിളിച്ച് ഹാളിലെ സോഫയിൽ ഇരിക്കാൻ പോയി. ഗീതയും ജാനകിയും അടുക്കളയിലേക്ക് പോയി. സമൂസ ആസ്വദിച്ച് കഴിച്ചു കാണിച്ച് തന്നെ കൊതിപ്പിക്കുന്ന ജാനിയുടെ കയ്യിലുള്ള പ്ലേറ്റ് വാങ്ങി സച്ചി ഓടി. ഹാളിൽ നിന്ന് പുറത്തേക്ക് ഓടിയ സച്ചിയുടെ പിന്നാലെ ഓടിയ ജാനിക നേരെ പോയി ഇടിച്ചിരുന്നത് ഹാളിലേക്ക് വരുന്ന കാശിനാഥന്റെ നെഞ്ചിലേക്കാണ്. അവൻ ചുമരിലേക്ക് പോയി ഇടിച്ചു നിന്നു. നിനക്കെന്താടി, കണ്ണൂടെ? ഇല്ല, കണ്ടൂടാ. നീ എന്നാ മനഃപൂർവ്വം തള്ളിയതല്ലേടി? പിന്നെ എനിക്ക് അതല്ലേ പണി. 2 പൊട്ടിക്കാൻ തന്നെയാ വന്നത്. വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോ തല്ലൂടാൻ വരുന്നോ? വന്നാ നീ എന്താടി എന്നെ തള്ളി തകർക്കുവോ? ആ, ചിലപ്പോ ചെയ്തെന്നിരിക്കും. കാലനാഥൻ തെമ്മാടി. കാശിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. നീ ആരാണെന്നാടി നിന്റെ വിചാരം? അവന്റെ വാലാട്ടി പട്ടിയായി നീ എന്റെ അടുത്ത് കൊരക്കാൻ വന്നാലുണ്ടല്ലോ, കൊല്ലും ഞാൻ നിന്നെ. ജാനിയുടെ മുടിയിൽ പിടിച്ച് കാശിനാഥൻ രോഷത്തോടെ പറഞ്ഞു. വീടട കാലനാഥൻ തെണ്ടി എന്റെ മുടിയിന്ന്. ഇല്ലടി, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. മോനെ, വീടവളെ. മഹാലക്ഷ്മി കാശിനാഥന്റെ കൈകളിൽ നിന്ന് അവളെ വേർപ്പെടുത്തി. അപ്പോഴേക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഒരൊറ്റ ആളാ ഇവളെ കൊഞ്ചിച്ച് വഷളാക്കിയത്. എന്നെ ആരും വഷളാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമല്ല. നിന്റെ അറപ്പാണ് കാലനാഥൻ.
ജാനകിയുടെ മുഖം കോപം കൊണ്ട് തിളച്ചു. കലികയറി കാശി അവരുടെ മുഖത്തേക്ക് അടിച്ചു. കാശിയേട്ടാ! ആര്യ ഗോവണി ഇറങ്ങി വന്ന് അവന്റെ കൈത്തണ്ടയിൽ കൈ ചുറ്റി അവനെ പിന്നിലേക്ക് വലിച്ചു. കാശി നിർത്ത്, നീ റൂമിൽ പോയിക്കേ. ആദിയും മഹിയും അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. കൊല്ലുവടി നിന്നെ ഞാൻ, വെറുതെ വിടില്ല ഞാൻ നിന്നെ. ആര്യ അവനെ വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. നീ പോട കാലനാഥ. ജാനിക കവിളിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്ന അവൻ നോക്കി പറഞ്ഞു. എന്തു പറഞ്ഞടി? കാശി താഴേക്ക് വരാൻ നോക്കിയതും കാശിയേട്ടാ ഇങ്ങോട്ട് വന്നേ. ആര്യ അവനെ വലിച്ചുകൊണ്ടുപോയി. കാശി അവൾ റൂമിലേക്ക് കൈപ്പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അവൻ അപ്പോഴും പുറകിലേക്ക് നോക്കി അവളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ആര്യാണ് കൂടെയുള്ളതെന്ന് പോലും അവൻ ശ്രദ്ധിച്ചില്ല. അവൾ അവനെ ബെഡിൽ പിടിച്ചിരുത്തി. കൊല്ലും ഞാൻ അവളെ. ദേഷ്യത്തോടെ അവൻ ബെഡിലടിച്ചു. കാശിയേട്ടാ എന്തിനാ വഴക്കൂടാൻ പോയേ? അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ആര്യ ചോദിച്ചു. ചി വീടടി അമ്മേ, നീ എപ്പോഴാ ഇങ്ങോട്ട് കയറി വന്നേ? ഇറങ്ങടി എന്റെ റൂമിൽ നിന്ന്. കാശിയേട്ടാ എത്ര നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്നു, എന്നിട്ട് ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. കാശിയേട്ടനെ കാത്തിരിക്കുന്ന ഈ ആര്യയോട് അവന്റെ കൈകൾ കവർന്നുകൊണ്ട് ആര്യ കരഞ്ഞോണ്ട് ചോദിച്ചു. ഇറങ്ങിപ്പോടി. കാശി ചെവികൾ പൊത്തി ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു. ആര്യ പേടിയോടെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അവനൊന്ന് ഫ്രഷായതിനു ശേഷം ഡോർ തുറന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആര്യ മുറിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. കാശി ദേഷ്യം വന്ന് മുഖം തിരിച്ച് മുറിക്ക് പുറത്തേക്ക് നടന്നു. പൊക്കോ, ഞാൻ മണ്ടി. ആശിച്ച് കാണാൻ വന്നപ്പോ പോകുന്ന പോക്കണ്ടില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നെ കിട്ടണം. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ കൂടെ നടക്കാൻ, എന്നെ സ്നേഹിക്കാൻ. എന്താ കാശിയായിട്ട് ഈ പറയുന്നത്? അപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രണയം? എന്ത് പ്രണയോ? ഞാൻ എപ്പോഴാണ് നിന്നോട് പ്രണയം പറഞ്ഞ്? ഹേ, എപ്പോഴാ പറഞ്ഞത്? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് കരണം ഞാൻ പൊട്ടിക്കും. കാശി അവൾക്ക് നേരെ കയ്യോങ്ങി. കാശിയേട്ടന് എന്നോടില്ലെങ്കിലും എനിക്കുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ മോളിപ്പോ പറഞ്ഞത്. ഞാൻ നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനല്ലേ? എന്ന് വെച്ചാൽ നിനക്ക് സഹോദരൻ. എന്നിട്ട് നീ എന്തിനാ എന്നെ പ്രണയിക്കുന്നത്? നമ്മളൊരു അച്ഛനും മക്കളൊന്നും അല്ലല്ലോ. അപ്പൊ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് കാശിയേട്ടനില്ല പറ്റില്ല. ദേ നോക്ക്, നിന്നെ എന്നല്ല അങ്ങ് ദേവലോകത്ത് നിന്ന് അപ്സരസുകൾ ഇറങ്ങി വന്നാലും കാശിനാഥൻ മയങ്ങില്ല. ഞാനൊരു പെണ്ണിനെയും പ്രേമിക്കില്ല. ആര്യ, നീ എന്തിനാ എനിക്ക് വേണ്ടി സമയം കളയുന്നത്? എന്നെ ഒന്നും ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് പ്രണയം എന്നൊരു ഫീല് വരില്ല. എനിക്ക് താല്പര്യമില്ല ആരെയും പ്രണയിക്കാൻ. കാശിയേട്ടൻ എത്ര വലിയ തെമ്മാടിയായാലും എനിക്ക് നിങ്ങളെൻ്റെ ജീവന് തുല്യാണ്. എന്നെ സ്വീകരിച്ചുകൊണ്ട് കാശിയേട്ടന് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് ആര്യ. എന്നെ സഹിക്കാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. ഒരു തൊട്ടാവാടി പെണ്ണാണ് നീ. അങ്ങനെയുള്ള നിന്നെപ്പോലെ ഒരു പാവം പെണ്ണിൻ്റെയൊക്കെ ജീവിതം എനിക്ക് നേരെ വെച്ച് നീട്ടുന്ന എന്തിനാണ്? പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം, പ്ലീസ് കാശിയേട്ട. ആര്യ അവന്റെ കരങ്ങൾ കവർന്നുകൊണ്ട് പറഞ്ഞു. നീയൊന്ന് പോയാരി. എനിക്കൊരു പെണ്ണിനോടും പ്രേമം തോന്നില്ല. ഒറ്റക്കാണെന്ന് എനിക്ക് തോന്നുകയില്ല. ഈ നെഞ്ചിൽ പച്ച കുത്തിയത് മതി ഞാൻ ഒറ്റക്കല്ലെന്ന് തോന്നാൻ. എനിക്ക് ജീവിക്കാനുള്ള ഊർജം ഈ ടാറ്റുവാണ്. അപ്പോ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ലേ? നിന്നെ എന്നല്ല, ഒരു പെണ്ണിനെയും ഒരിക്കലും സ്നേഹിക്കില്ല. താഴെ നിന്നും ജാനി ആര്യയെ നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഇതാ വരുന്ന ജാനിക്കുട്ടി. നീ എന്തിനാ കുരിപ്പനെ ജാനിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്? അവൾ ഇപ്പോഴും ഉള്ള കുട്ടിയാണെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിചാരം. അവൻ അരിശത്തോടെ പറഞ്ഞ് ഗോവണി ലക്ഷ്യമാക്കി നടന്നു. നിങ്ങൾ രണ്ടാളും കണക്കാ. കാശിയേട്ടാ വഴക്കൊന്നും ഇടല്ലേ കേട്ടോ. പാവാണ് അവൾ, നമ്മുടെ കുറുമ്പിയല്ലേ. പിന്നെ അത് നിങ്ങൾക്കൊക്കെ. ആ കുരിപ്പിനെ കാണുന്നതിന് എനിക്ക് അറപ്പാണ്. കാശിനാഥൻ ഗോവണി ഇറങ്ങി ചെല്ലുമ്പോൾ ജാനിക ഹാളിലൂടെ സമൂസയും കഴിച്ച് നടക്കുകയാണ്. അവളെ കാശിനാഥൻ തറപ്പിച്ചെന്ന് നോക്കി. ജാനിക അവനെ പുച്ഛത്തോട് നോക്കി മുഖം തിരിച്ചു. ഇതൊക്കെ എവിടേക്കാണ് അവ പോകുന്നത്? വലിഞ്ഞു കയറി വരും തിന്നാനായിട്ട്. കാശി അവളുടെ അടുത്തൂടെ പോകുമ്പോൾ പുച്ഛത്തോടെ പറഞ്ഞു. അവൾ മറുപടി കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആര്യ അവളുടെ വാപുത്തി. എന്റെ പൊന്നു ജാനിക്കുട്ടി, നീ ആ കലിപ്പിനെ ഇനിയും കലിപ്പ് പിടിപ്പിക്കല്ലേ. പിന്നെ അവൻ പറഞ്ഞ നീയും കേട്ടില്ലേ? ഇതൊക്കെ അവനുണ്ടാക്കിയെന്നാ ആ തെണ്ടിയുടെ വിചാരം. ചെറ്റ. എന്താ ജാനു ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്റെ ചെക്കൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓഹ്, ഞാനായിട്ടൊന്നും പറയുന്നില്ല. പോയി ഉരുട്ടി കൊടുക്ക് അവൻ അണ്ണാക്കിലോട്ട്. എന്നാലെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ ശവം. ജാനിക ടി വി കാണുന്ന ആദിയുടെയും സൂര്യയുടെയും അടുത്ത് സോഫയിൽ പോയിരുന്നു. രണ്ടിനെയും തല്ലിന്റെ ഇടയിൽ ഞാൻ പെട്ടു. ജാനിയെ ചിരിയോടെ നോക്കിക്കൊണ്ട് ആര്യ കാശിയുടെ പുറകെ പോയി. മഹാലക്ഷ്മി ചായ ഗ്ലാസുകളിലേക്ക് പകരുകയായിരുന്നു. കാശി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ ചായ. അമ്മ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കപ്പ് അവന്റെ നേരെ നീട്ടി. അമ്മ പിണക്കത്തിലാണെന്ന് അവന് മനസ്സിലായി. അവൻ ചായ വാങ്ങാതെ കൈകൾ പിണച്ചു കെട്ടിയെന്ന് അമ്മയെ നോക്കി. അവൻ ചായ വാങ്ങാൻ നിൽക്കുന്ന കണ്ട് അമ്മ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇത് വാങ്ങു കൊച്ചു. എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിക്കട ചൂണം കാശി.
അമ്മ ചിരിയോടെ പറഞ്ഞതും കാശി കപ്പ് മേടിച്ച് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഈ ചൂടൊക്കെ ഞാൻ മാറ്റും വല്യമ്മേ. കല്യാണം കഴിഞ്ഞ കാശി ചേട്ടൻ നല്ല കുട്ടിയാവും. ആര്? ഇവന്റെ ദേഷ്യം മാറാനോ? നടന്നു തന്നെ. പിന്നെ കല്യാണക്കാര്യം അത് ഈ ജന്മം എന്റെ മകനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിന്നോട് ശ്രമിക്കേണ്ട എന്നൊന്നും വല്യമ്മ പറയുന്നില്ല. ഇവനെ നോക്കുന്ന നേരം കൊണ്ട് നീ വല്ല അമേരിക്കൻ ഡോക്ടറെ കണ്ടുവച്ചോ? ഇവനെ നോക്കിയിരുന്നാലേ എന്റെ മോളി ലൈഫിൽ കല്യാണം കഴിക്കില്ല. ചായ കുടിക്കുന്ന കാശിയെ നോക്കി അമ്മ ചിരിയോടെ പറഞ്ഞ് ട്രേയുമായി ഹാളിലേക്ക് നടന്നു. മോളെ, വരുമ്പോ ആ പലഹാരത്തിന്റെ പാത്രമായിട്ട് ഹാളിലേക്ക് പോര്. എല്ലാരും അവിടെയാണോ? ശരി വല്യമ്മേ. ദേ, അമ്മ പറഞ്ഞു കേട്ടോ? നിങ്ങൾ എന്നെ കെട്ടില്ലേ കാശിയേട്ടാ? അമ്മ പറഞ്ഞ നീയും കേട്ടില്ലേ? ഈ ജന്മത്തിൽ ഞാനൊരു പെണ്ണിനെ കെട്ടില്ലെന്ന് എന്റെ അമ്മ വരെ മനസ്സിലാക്കി. എന്നിട്ടും നിനക്ക് മനസ്സിലായല്ലോ. കഷ്ടം. കാശി കപ്പിലെ ചായ കുടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞിട്ട് അവിടെ നടന്നു. ഞാനും ഉണ്ട്. അവൾ പലഹാരങ്ങളുടെ പാത്രവുമായി അവന്റെ പിന്നാലെ പോയി. എന്നെങ്കിലും ഈ മഞ്ഞുമല ഉരുകോ മാഷേ? നോ ചാൻസ്. ഇത് മഞ്ഞുമലയല്ല, കരിങ്കല്ല് കോട്ടയാണ്. പൊട്ടാൻ ചാൻസേ ഇല്ല. കാശി താടിയിൽ തടവി ഗൗരവത്തോടെ പറഞ്ഞു. അവർ ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചായ കുടിക്കുകയായിരുന്നു. മഹാലക്ഷ്മി പൂമുഖത്തിരിക്കുന്ന ശേഖരന് ചായ കൊടുത്തുകൊണ്ട് ഹാളിലേക്ക് തിരിച്ചു വന്നു. കാശി മഹിയുടെ അടുത്ത് പോയിരുന്ന് അവന്റെ തോളിലേക്ക് മെല്ലെ ചാരിയിരുന്നു. മഹി അവന്റെ കവിളിൽ സ്നേഹത്തോടെ തലോടി. ചായ കുടിച്ച് ചേട്ടനെ അടുത്തിരിക്കുന്നല്ലാതെ അവൻ ആരെയും നോക്കിയില്ല. എല്ലാവരും പ്രതീക്ഷയോടെ അവൻ തങ്ങളോട് മിണ്ടുമെന്ന പ്രതീക്ഷയോടെ ഇരുന്നു. പക്ഷെ അവൻ ആരെയും നോക്കാതെ ചായ കുടിച്ചുകൊണ്ട് ടി വിയിലേക്ക് നോക്കിയിരുന്നു. അപ്പൂസിനെയും എടുത്തുകൊണ്ട് ജാനി സച്ചിയുടെയും നെനുവിന്റെയും പിന്നാലെ ഹാളിൽ ഓടിക്കളിക്കുകയായിരുന്നു. അവരുടെ പിന്നാലെ ഓടുമ്പോൾ അപ്പൂസ് കുടുകൂടെ ചിരിക്കുന്ന കാണാൻ വേണ്ടിയാണ് ജാനി അവനെയും എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ ഓടുന്നത്. അവളുടെ ശബ്ദം കേൾക്കുന്തോറും കാശിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. കാശിയേട്ടാ, ഇത് കഴിച്ചേ. ഉന്നക്കായ അവന് നേരെ നീട്ടിക്കൊണ്ട് ആര്യ പറഞ്ഞു. കാശി ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. ജാനി, ഇവിടെ വന്നിരുന്നേ, മതി ഓടിക്കളിച്ച്. കാശിയുടെ മുഖത്ത് ദേഷ്യം നിറയുന്ന കണ്ട് ആദിയും ലക്ഷ്മിയും അവളോട് പറഞ്ഞു. ഇല്ല. അവൾ കുട്ടികളുമായി വീണ്ടും ഓടിക്കളിക്കാൻ തുടങ്ങി. അമ്മ ഇവളോട് ഈ കളിയൊന്നും നിർത്താൻ പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടിച്ച് ഞാനിപ്പോ പുറത്താക്കും. കാശിനാഥൻ അവളെ ചൂണ്ടിക്കൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പൊട്ടിത്തെറിച്ചു. ഓ പിന്നെ, നിന്റെ തലയിലൊന്നല്ലോ ഞാൻ കളിക്കുന്നത്. ഇവിടെ അല്ലേ? നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ കാലനാഥ. എന്റെ വീട്ടിൽ വന്ന എന്നോട് ഇറങ്ങിപ്പോവാനോ? ഇറങ്ങിപ്പോടി ഇവിടുന്ന്. പിന്നെ നിന്റെ ഈ വിരട്ടലൊക്കെ കേട്ടാ നിന്റെ ഈ ആര്യ കരയായിരിക്കും. ജാനകിയെ അതിന് കിട്ടില്ല. പോടാ ഇവിടെ വാടി ആസത്തെ. കാശിനാഥൻ അവിടെ കൈവലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവളെ പൂമുഖത്തേക്ക് കഴുത്തിന് പിടിച്ച് തള്ളി. ഇറങ്ങിപ്പോടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.